Hi dear friends, welcome back to Happy Life TV. വലിയ വിജയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല മേഖലയിലാണ് നമ്മളെല്ലാവരും. ഇതിന് സഹായകമായി സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ് ആസ് ഇഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്താണോ ആഗ്രഹിക്കുന്നത് അതായി കഴിഞ്ഞതായിട്ട് മാറിക്കഴിഞ്ഞതായിട്ട് പെരുമാറുക. IAS ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇപ്പോഴേ താനൊരു IASകാരനായി അതിന് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളുമുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന, സ്ഥിരമായി കാണുന്ന പല ആളുകളും പറയാറുണ്ട്, IAS ആവണം, IPS ആവണം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴേ അതായിക്കഴിഞ്ഞതായിട്ട് പെരുമാറുക, ആ അർത്ഥത്തിൽ സൈനൊക്കെ ഇടുക. അതുപോലെ തന്നെ പേരിൻ്റെ അപ്പുറത്ത് പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്ത്, ഇപ്പുറത്ത് ഡോക്ടർ ആവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പുറത്ത് DR ചേർത്ത് ഇപ്പോഴേ സ്വകാര്യ ഡയറികളിലും മറ്റുമൊക്കെ പേരെഴുതുക, സൈൻ ഇടുക. അപ്പുറത്ത് IAS, MBBS, MD, MS ഇങ്ങനെ എന്താണോ വേണ്ടത് അതെല്ലാം ആയിക്കഴിഞ്ഞതായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു പെരുമാറ്റം കോപ്പി ഇടുക. ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ NLP സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആസ് ഇഫ് ഞാനത് ആയിക്കഴിഞ്ഞതുപോലെ ഇപ്പോഴേ ആയി മാറിക്കഴിഞ്ഞ് ആ അർത്ഥത്തിൽ മാനസികാവസ്ഥയിലേക്ക് മാറുക. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് നടന്നെടുക്കുവാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഒരു തവണ എൻ്റെ ഒരു അനുഭവം, ഒരു തവണ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഒരു തവണ ഒരു പരിപാടിക്ക് പോയി, സിവിൽ സർവീസ് ആസ്പിരൻസിന് വേണ്ടി ക്ലാസ് എടുക്കുവാൻ വേണ്ടി. അങ്ങനെ അവർക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിനെക്കുറിച്ചും മറ്റുമൊക്കെ യൂത്ത് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നീട് ഒരു തവണ ഞാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ പോയപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി, ലഞ്ച് കഴിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന പയ്യൻ അവൻ്റെ ബെഡ്റൂമിലേക്ക് എന്നെ കൊണ്ടുപോയ സമയത്ത് അവിടെ മനോഹരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഒന്നുമല്ല, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ, അവൻ സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആയിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ഒരു വലിയ ഫ്ലെക്സ് ആയി തന്നെ സ്വന്തം പേര് ഇപ്പുറത്ത് ഡോക്ടർ എന്നും അപ്പുറത്ത് IAS എന്നും ആഡ് ചെയ്തുകൊണ്ട് അയാൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ആ എഴുതി വച്ചിരിക്കുന്ന പേരിൻ്റെ മുൻഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത എനർജി കിട്ടും. IPS ഉദ്യോഗസ്ഥനാവണം, IAS ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ ചെന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യുകയും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെ ചെയ്യുകയും അവിടെ നിന്നൊരു വല്ലാത്ത എനർജി, അതായത് ഭാവിയിൽ ഞാൻ ആരാണോ ആ ആളുമായിട്ടുള്ള മീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ആ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഭാവിയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഉന്നതങ്ങൾ അത് മനസ്സിൽ യാഥാർത്ഥ്യമായി ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങി. ആ ഞാനുമായി ഇപ്പോൾ തന്നെ മീറ്റിംഗ്, ഇപ്പോൾ തന്നെ സംഭാഷണം നടന്നു കഴിഞ്ഞാൽ, റിയലി ഐ ആം വെയിറ്റിംഗ് ഫോർ യു, ബെസ്റ്റ് ഓഫ്, ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് അടുക്കുവാൻ അത് സഹായിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. നാം എന്താവണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞ, വളരെ ഉന്നതമായ അവസ്ഥയിൽ ആ മേഖലയിൽ എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് റോൾ മോഡലായിട്ട് സ്വീകരിക്കുകയും ചെയ്യാം. അങ്ങനെ ആ വ്യക്തിയുടെ സംഭാഷണങ്ങൾ, ആ വ്യക്തിയുടെ സ്റ്റൈൽ, ആ വ്യക്തിയുടെ ബിഹേവിയർ, ഇതൊക്കെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വീഡിയോസും ടോക്കുകളും ഒക്കെ കണ്ട് നമ്മൾ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ എവറിത്തിങ് നമുക്ക് കോപ്പി എന്നല്ല വാക്ക് തെറ്റാണ്, മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആസ് ഇഫ് ബിഹേവിയർ എന്നതുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത്. ആയി മാറാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആയി കഴിഞ്ഞതായിട്ട് ഇപ്പോഴേ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. ആ പ്രവർത്തനം നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയും എനർജി കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ആ യാഥാർത്ഥ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഉന്നതമായ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.